ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 5-6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ചു, കൊല ദിവസത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് നിങ്ങൾ ചെയ്തത് എന്താണ്? നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? നീതിമാനായ ഒരുവനേ ഉള്ളൂ. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. നീതിമാനായിട്ടുള്ളത് കർത്താവായ യേശുക്രിസ്തു മാത്രം. നീതിമാൻ യേശുക്രിസ്തു മാത്രം. എല്ലാവരും നീതി കെട്ടവർ. അതെ, നാം എല്ലാം നീതി കെട്ടവരാണ്. നാം എല്ലാം പാപികളാണ്. ഒരു വ്യത്യാസവുമില്ല, ഒരു മാറ്റവുമില്ല. നാം എല്ലാം പാപികളാണ്. 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. 14-ാം സങ്കീർത്തനം 3-ാം വാക്യം മുതൽ വായിക്കാം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഇത് തന്നെ 53-ാം സങ്കീർത്തനത്തിൽ കാണാം. അത് തന്നെ നാം കാണുന്നു റോമർ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി തുറന്നാൽ ദുർഗന്ധം വരുന്നത് പോലെ അവരുടെ വായു തുറന്നാൽ വരുന്ന വാക്കുകൾ ദുർഗന്ധമുള്ളവയാണ്. അസഭ്യ വാക്കുകൾ വരുന്നു, ചീത്ത വാക്കുകൾ വരുന്നു, ഏറ്റവും വൃത്തിഹീനമായ വാക്കുകൾ വരുന്നു, മറ്റുള്ളവരെ ശപിക്കുന്ന വാക്കുകൾ വരുന്നു, പ്രാകുന്ന വാക്കുകൾ വരുന്നു, കോപിക്കുന്ന വാക്കുകൾ വരുന്നു. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. വായിൽ ശാപമുണ്ട്, കയ്പുമുണ്ട്, നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാല് രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. ഓരോ അവയവത്തിലും പാവമാണ്. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. സമാധാന മാർഗം അറിഞ്ഞിട്ടില്ല. മനുഷ്യൻ പാപിയാണ്. നീതിമാനായ ആരുമില്ല. നീതിമാൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് തന്നെയാണ് യെശയ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്നത്. യെശയ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതിരിക, യഹോവ അരുളി ചെയ്യുന്നു. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതിരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളാതൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല, ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാവമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു, പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രം. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ട് പോലുമില്ല. ആത്മാവിൽ രോഗം വന്നിരിക്കുന്നു, ആത്മാവിൽ മുറിവേറ്റിരിക്കുന്നു, ആത്മാവിൽ പരിക്ക് വന്നിരിക്കുന്നു. ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ഗലിയാദിൽ വൈദ്യനില്ലേ, പക്ഷേ എണ്ണ കൊണ്ടുവന്ന് ശമിപ്പിക്കുന്നില്ല. ഗലിയാദിൽ സുഗന്ധ തൈലമില്ലേ, പക്ഷേ സുഗന്ധ തൈലം കൊണ്ടുവന്ന് മരുന്നിട്ട് ഈ മുറിവ് ഉറപ്പിക്കുന്നില്ല. എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ട് പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. ആകാശത്തോട് വിളിക്കുകയാണ്, നീ ഒന്ന് കേൾക്ക്. ഭൂമിയെ വിളിക്കുകയാണ്, ഭൂമിയെ നീ ഒന്ന് ചെയ്തു തരൂ. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളാതൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല, ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാവമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥിതി അതല്ലേ? നീതിമാനാരുമില്ല. എത്ര പരിശുദ്ധൻ കരുതുന്നവനും നീതിമാനല്ല. നീതിമാനാകുന്നത് ക്രിസ്തുവിനെ നീതി ലഭിക്കുന്നത് പോലെ മാത്രമാണ്. നീതി കെട്ടവനാണ് ഞാൻ. നാം ഓരോരുത്തരും നീതി കെട്ടവരാണ്. സത്യനീതി നമ്മളില്ല. എന്നാൽ നീതിമാനായവൻ രക്തം വന്നമേ പൊതിയുമ്പോൾ നാം നീതിമാന്മാരായി തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാമവാസ്തു ചെന്നായിൻ്റെ പ്രകൃതിയുള്ളവരാണ്. പക്ഷേ ആടിൻ്റെ തുകലണിഞ്ഞു കഴിയുമ്പോൾ ആഴ് പോലെ കാണപ്പെടുന്നു മാത്രം. അകത്ത് ചെന്നായാണ്. കടിച്ചു കീറുന്ന പ്രകൃതമുണ്ട് നമുക്ക്.
മനുഷ്യരെ നിസ്സാരരാക്കുന്ന പ്രകൃതമുണ്ട്, മറ്റുള്ളവരെ പരിഹസിക്കുന്ന പ്രകൃതമുണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പ്രകൃതമുണ്ട്, എവിടെ ആർക്കെങ്കിലും സുഖമായ സന്തോഷമായി ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയ വരുന്ന പ്രകൃതമുണ്ട്. നമുക്ക് അഹങ്കാരമുണ്ട്, അസൂയയുണ്ട്, അലസതയുണ്ട്, അവിവേകമുണ്ട്, ഇല്ലേ? അനേകം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം നാം ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് നീതിമാനെ പോലെ ഭാവിക്കുകയാണ്, നീതിമാനെ പോലെ നടക്കുകയാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ ദൈവരാജ്യത്തിൽ പോകുമെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. സ്നേഹിതരെ, നീതിമാന്മാരല്ല നാം, ആരും നീതിമാന്മാരല്ല. വേദപുസ്തകം പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 3-23 വാക്യം പറയുന്നു. ശ്രദ്ധിക്കുക, റോമർക്കെഴുതിയ ലേഖനം 3-23 വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസം പറയാനില്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. സ്തോത്രം. സഹോദരങ്ങളെ, നാം എല്ലാം പാപികളാണ്. ആർക്കും തല ഉയർത്തി പിടിക്കാനുള്ള യോഗ്യതയില്ല. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, പഴയകാല ജീവിതത്തിലേക്ക് നോക്കിയാൽ നാം ഒന്ന് ഓർത്ത് നോക്കൂ, ഒന്ന് ചിന്തിച്ച് നോക്കൂ. അഭിമാനിക്കാൻ വല്ലതും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അഭിമാനിക്കാൻ എന്തുണ്ട്? നിത്യനായ ദൈവത്തിൻ്റെ നിത്യസ്നേഹത്തിന് മുൻപാകെ വരുമ്പോൾ, നിത്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധ സ്നേഹത്തിന് മുൻപാകെ വരുമ്പോൾ നമുക്ക് എന്താണ് അഭിമാനിക്കാനുള്ളത്? എല്ലാം കറ പിടിച്ച തുണി പോലെ, നീതിപ്രവൃത്തികൾ പോലും കറ പിരണ്ട തുണി പോലെ എന്നാണ് വേദപുസ്തകം പറയുന്നത്. നീതിപ്രവൃത്തികൾ പോലും കറ പിരണ്ട തുണി പോലെ. നന്മ പ്രവൃത്തിയുടെ പിന്നിലും ഒരു ലാക്കുണ്ട്. മനുഷ്യർ മാനിക്കണമെന്ന്, മനുഷ്യർ അംഗീകരിക്കണമെന്ന്. ഒരാൾക്ക് നാം ഒരു നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ലാക്കുണ്ട്, അവനോട് നന്ദിയുള്ളവനായിരിക്കണമെന്ന്, എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്ന്, നല്ല അഭിപ്രായം എന്നെക്കുറിച്ച് രൂപീകരിക്കണമെന്ന് ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തിന്മയുണ്ട്, പാപം നിറഞ്ഞ ജീവിതം, തിന്മ നിറഞ്ഞ ജീവിതം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നീതിമാനായ ഒരാളുണ്ട്, ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ നീതിമാൻ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തു ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ ആരുണ്ട്? ഒരു പാപവുമില്ലാത്ത ദൈവപുത്രൻ. പാപത്തെക്കുറിച്ച് പറയാൻ ആർക്ക് സാധ്യമല്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പാപമെന്ന് പറയാൻ ഒന്നുമില്ല, പാപത്തിൻ്റെ കണിക പോലുമില്ല. പരിശുദ്ധന്മാരിൽ പരിശുദ്ധനായി ജീവനുള്ള ദൈവത്തിൻ്റെ ഏകജാതനായി തിരുക്കുമാരൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നിത്യനായ രക്ഷകൻ. ദൈവത്തിന് സ്തോത്രം. പാവമില്ലാത്തതിന് മാത്രമേ പാവത്തിൽ വീണുപോയവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഈ കിണറ്റിൽ വീണുപോയ മനുഷ്യനെ അവിടെ എഴുന്നേൽപ്പിക്കാൻ ആ കിണറ്റിലേക്ക് എടുത്തിയാടിൽ പറ്റുകയില്ല. കരയ്ക്ക് നിന്നുകൊണ്ട് അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കണം, കയറിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പാത്രം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പാളയിട്ട് കൊടുക്കണം. അങ്ങനെ ആ കയറുകൊണ്ട് അവനെ ഉദ്ധരിക്കണം. ഉറച്ച സ്ഥലത്ത് നിന്നുകൊണ്ടേ ഉദ്ധരിക്കാൻ പറ്റുകയുള്ളൂ. ഉറച്ച സ്ഥലത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഈ രക്ഷിക്കാൻ പോയവരും ആ കിണറ്റിലെ വെള്ളത്തിൽ താണു പോകും. അനേകരങ്ങനെയാണ്. അനേകരിന്ന് തന്നെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല, മറ്റുള്ള രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടു കൂട്ടരും ഒരുപോലെ അപകടത്തിലാകുന്നു. കുരുടനും കുരുടനെ വഴികാട്ടുന്നു കർത്താവ് പറഞ്ഞു. കുരുടനെ വഴികാട്ടുന്നു. കുരുടനാണ് വഴികാട്ടുന്നത്, കുരുടനെയാണ് വഴികാട്ടുന്നത്. വഴികാട്ടുന്നതിനും കുരുടൻ, വഴി നടക്കുന്നതിനും കുരുടൻ. കുരുടനെ വഴികാട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തേക്ക് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് അഭിമാനിക്കാനുണ്ടോ? സന്തോഷിക്കാനുണ്ടോ? പ്രശംസിക്കാനുണ്ടോ? നമുക്ക് പുകഴാൻ എന്തുണ്ട്? ഒന്നുമില്ല. ആകെ ചിന്തിച്ച് നോക്കിയാൽ പാവം മാത്രം. പക്ഷേ നീതിമാനായ യേശുവിലേക്ക് നോക്കുമ്പോഴോ അവിടെ തിന്മയുടെ കണികയില്ല. അവിടെ നിർദോഷ രക്തം, അവിടെ പരിശുദ്ധ സ്നേഹം, നിഷ്കളങ്ക സ്നേഹം, ഒന്നും പ്രതികാരമില്ലാത്തതായ സ്നേഹം, ഒന്നും പരിഭവമില്ലാത്ത സ്നേഹം, ഒന്നും പരാതിയില്ലാത്ത സ്നേഹം, ആരോടും പരിഭവമില്ലാത്ത സ്നേഹം. ദൈവത്തിന് സ്തോത്രം. പണ്ട് എബ്രഹാം ലിങ്കൺ സ്ഥാനമേൽക്കുമ്പോൾ ജെറ്റിസ്ബർഗിൽ പ്രസംഗം ചെയ്തു. ജെറ്റിസ്ബർഗിലെ പ്രസംഗം പ്രസിദ്ധമായ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ എബ്രഹാം ലിങ്കൺ പ്രസിഡൻ്റ് ആകുന്നതായ സമയത്ത് അദ്ദേഹം ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ. ആരോടും എനിക്ക് പകയില്ല, ആരോടും പകയില്ല. വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ. എല്ലാവരോടും സ്നേഹമേ ഉള്ളൂ. വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ. എല്ലാവരോടും സ്നേഹം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എബ്രഹാം ലിങ്കൺ അന്ന് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ ആഭ്യന്തര യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തെ എതിർത്ത അനേകം ആളുകളുണ്ട്, അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയവരുണ്ട്. അവരോടെല്ലാം എബ്രഹാം ലിങ്കൺ ക്ഷമിക്കുകയാണ്, എല്ലാം ക്ഷമിക്കുകയാണ്. എന്താ കാരണം? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ട് ക്ഷമിക്കാൻ സാധിച്ചു. അദ്ദേഹത്തെ ഏറ്റവും അധികം എതിർത്ത വ്യക്തിയെ എബ്രഹാം ലിങ്കൻ്റെ തൻ്റെ സൈന്യത്തിന് അധിപതിയാക്കി നിയമിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും ഉപദ്രവം ചെയ്ത വ്യക്തിയെ തൻ്റെ സൈന്യത്തിന് അധിപതിയായി നിയമിച്ചു. അങ്ങനെ വിശാലമനസ്കത എന്തെന്ന് തെളിയിച്ചു, സ്നേഹം എന്തെന്ന് കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുവാണ് മാതൃക. നീതിമാനായവൻ യേശു മാത്രം. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കാം. അബ്രഹാമിൻ്റെയും
ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന് മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിനെ ഞങ്ങൾ സാക്ഷികളാകുന്നു. ഞങ്ങൾ സാക്ഷികളാകുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെയും വായിക്കാം. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുകെ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെപ്പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചുവെന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. സ്തോത്രം. പാപങ്ങൾ മാഞ്ഞു കിട്ടിയാൽ മാത്രമേ നീതിമാനാകുകയുള്ളൂ. പാപങ്ങൾ മാഞ്ഞു കിട്ടണം. വന്നുപോയ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടണം. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ പാപങ്ങൾ മോചിച്ച് കിട്ടണം. പാപത്തിൻ്റെ ചങ്ങല കൊണ്ട് പിശാച് നമ്മെ കെട്ടിയിട്ടിരിക്കുകയാണ്. പാപത്തിൻ്റെ ചങ്ങലയിൽ നാം ഓരോരുത്തരും കെട്ടപ്പെട്ട് കിടക്കുകയാണ്. പിശാച് നമ്മെ ബന്ധിച്ചിരിക്കുകയാണ്. സാത്താൻ്റെ കാരാഗ്രഹത്തിൽ നമ്മെ ആക്കിയിരിക്കുകയാണ്. നമ്മെ ചില പാപങ്ങൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ചില പാപങ്ങളുടെ ഊരാക്കുരുക്കിൽ നമ്മെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഊരാക്കുരുക്കിൽ. എന്നാൽ കർത്താവായ യേശു നീതിമാനായവൻ വന്ന് ഈ കെട്ട് അഴിക്കുന്നു. ക്രിസ്തു വന്ന് ഈ പാപത്തിന് ബന്ധനം അഴിക്കുന്നു. ക്രിസ്തു ഈ പാപം ക്ഷമിച്ചു തരുന്നു. എന്തൊരു അത്ഭുതമാണിത്! ഇതാണ് ദൈവസ്നേഹം. പാപിയായ മനുഷ്യനെ ഇനി ആശ്വസിക്കാം. എൻ്റെ പാപത്തിന് പരിഹാരമായി എൻ്റെ പാപം യേശു ക്ഷമിച്ചു തന്നു. എൻ്റെ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ കർത്താവ് പുറത്തു തന്നു. എൻ്റെ ദൈവമേ, നീ എന്നോട് കാണിച്ച ഈ സ്നേഹമെന്ത്! ഇത്രയും വലിയ സ്നേഹം നീ എന്നോട് കാണിപ്പാൻ ഞാൻ ആര്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപം ക്ഷമിച്ചു കിട്ടുന്നതാണ് മഹാഭാഗ്യം. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം പാപം മോചനം കിട്ടുന്നതാണ്. പാപം മോചിച്ച് കിട്ടുന്നു. നിങ്ങൾക്ക് പാപമോചനം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വാസ്തവമായി പാപങ്ങളുടെ കെട്ട് അഴിഞ്ഞു എന്ന് ബോധ്യമുണ്ടോ? പിശാചിൻ്റെ ബന്ധനം കഴിഞ്ഞു എന്ന് ബോധ്യമുണ്ടോ? പിശാചിൻ്റെ ബന്ധനം അഴിഞ്ഞ് ഞാൻ സ്വതന്ത്രനായി എന്നുള്ളൊരു ബോധ്യം നിങ്ങൾ കിട്ടുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട, എന്തെല്ലാം ദുശ്ശീലങ്ങൾ മനുഷ്യനുണ്ട്! ഏതെല്ലാം തരത്തിലുള്ള ദുശ്ശീലങ്ങൾ! മദ്യപാനമുണ്ട്, കഞ്ചാവുണ്ട്, പൊടിവലിയുണ്ട്, മയക്കുമരുന്നുണ്ട്, ചീത്ത സ്വഭാവങ്ങളുണ്ട്, പുറത്തു വരാൻ ലജ്ജിക്കുന്നതായ പാവങ്ങളുണ്ട്. അനേകം പാവങ്ങളിൽ മനുഷ്യൻ കെട്ടപ്പെട്ട് കിടക്കുകയാണ്, കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. ചില ഭൂതബാധകളുണ്ട്, ചില പൈശാചിക ബന്ധനങ്ങളുണ്ട്, ചില തീരാ രോഗങ്ങളുണ്ട്, ചില ജന്മനായുള്ളതായ ചില ശാപങ്ങളുണ്ട്. അനേകം ശാപങ്ങൾ. ദൈവത്തിന് സ്തോത്രം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്: ഇസ്രായേലേ, നിൻ്റെ മുമ്പിൽ നിന്ന് ശാപം നീക്കിക്കളയുക. ഇസ്രായേലേ, നിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നീക്കിക്കളയാതെ ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കുകയില്ല. ദൈവം പറയുന്നു, ഇസ്രായേലേ, നിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ കാണാം: ഇസ്രായേലേ, നിൻ്റെ നടുവിലൊരു ശാപമുണ്ട്. ശാപം നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എളിമയോടെ നിങ്ങളൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ശാപനേകരുടെ ജീവിതത്തിൽ നിന്ന് നാശം വിതച്ചിരിക്കുകയാണ്, അപകടങ്ങൾ വിതച്ചിരിക്കുകയാണ്, അത്യാഹിതങ്ങൾ വരുത്തിയിരിക്കുകയാണ്, തീരാത്ത വ്യാധികൾ വരുത്തിയിരിക്കുകയാണ്, മഹാവലിയ വ്യസനകാരണങ്ങൾ വരുത്തിയിരിക്കുകയാണ്, പെട്ടെന്നുള്ള അത്യാഹിതങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാം പിശാച് ചെയ്യുന്ന കെണികളാണ്. മനുഷ്യൻ ഇന്ന് അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്. ഈ മനുഷ്യന് മോചനം വേണ്ടേ? ഈ മനുഷ്യന് രക്ഷ വേണ്ടേ? അവന് സ്വർഗത്തിൻ്റെ അവകാശം വേണ്ടേ? പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി രക്ഷകനിത സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. അതേ യേശു തന്നെയാണ് ഗോകുൽത്തായിലെ കുരിശിൽ 2000-ലേറെ വർഷം മുൻപ് കുരിശിൽ കിടന്ന് പെടഞ്ഞ യേശു തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് യേശു വരികയാണ്. യേശു നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് തൻ്റെ തൃക്കരം നീട്ടുകയാണ്, ആണിപ്പാടിൽ കരം നീട്ടുകയാണ്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ആ കരത്തിൽ ആണിപ്പാട് കാണാം, രക്തം തുളിച്ചു വരുന്നത് കാണാം. ദൈവത്തിന് സ്തോത്രം. രക്തം പുരണ്ട കരം നീട്ടിക്കൊണ്ട് പച്ചരക്തം കയ്യിൽ പതിച്ചുകൊണ്ട് യേശുദ വരുന്നു. കയ്യിൽ നിന്ന് പച്ചരക്തം ഒഴുക്കിക്കൊണ്ട് യേശുദ എന്ന് കരനീട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളത് കണ്ടാൽ നിങ്ങൾ തളരും, നിങ്ങൾ വീഴും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ യഥാർത്ഥ സുബോധമുള്ളവരായിത്തീരും. നീതിമാനായവൻ നീതികെട്ടനെ പോലെ കുരിശേറിയത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം എൻ്റെ കർത്താവേ, നീ എന്നെ സ്നേഹിച്ചല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും.
ദൈവത്തിന് സ്തോത്രം. എൻ്റെ പാപത്തിന് ബന്ധനമഴിയാൻ നീ കുരിശിൽ കെട്ടപ്പെട്ടല്ലോ, ആണികളാൽ കെട്ടപ്പെട്ടല്ലോ, ആണികളാൽ ബന്ധിതനായല്ലോ. കൈകളും കാലുകളും 2 ആണികൾ കൊണ്ടും ഒരു കാല് 2 ഒരു ആണി കൊണ്ടും, അങ്ങനെ 3 ആണികളിൽ ബന്ധിതനായി നീ കുരിശിൽ കിടന്നു. 3 ആണികളിൽ ബന്ധിതനായി. അരയുടെ ഭാഗത്തോ നെഞ്ചിൻ്റെ ഭാഗത്തോ ഒന്ന് കെട്ടിയിരുന്നെങ്കിൽ അത്രയ്ക്കും വേദന വരില്ലായിരുന്നു. ആകെ ശരീരം താഴോട്ട് തൂങ്ങി നിൽക്കുന്നു. നെഞ്ചും വയറും അരഭാഗങ്ങളും എല്ലാം മുന്നോട്ട് ആഞ്ഞു കിടക്കുന്നു. കയ്യും കാലും മാത്രമേ കെട്ടിയിട്ടുള്ളൂ. ആണി കൊണ്ട് കെട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ കാഴ്ച നിങ്ങളൊന്ന് കണ്ടാൽ നിങ്ങൾ ഹൃദയം തകരും. ദൈവത്തിന് സ്തോത്രം. പിന്നെ പാവത്തിലേക്ക് പോകാൻ തോന്നുകയില്ല. എൻ്റെ യേശുവേ, എൻ്റെ പാവമാണല്ലോ നീ ക്രൂശിലേറാൻ കാരണമായി തീർന്നത്. എൻ്റെ പാവമാണല്ലോ നീ വേദനയേൽക്കാൻ കാരണമായി തീർന്നത്. എൻ്റെ അശുദ്ധ ചിന്തകളാണല്ലോ നിൻ്റെ ശിരസിൽ മുഴുവൻ വയ്ക്കാൻ കാരണമായി തീർന്നത്. എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞ അശുദ്ധ വാക്കുകളാണല്ലോ നിൻ്റെ മുഖത്ത് തുപ്പലേക്കാൻ കാരണമായി തീർന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ കണ്ണ് അരുതാത്തത് കണ്ട് രസിച്ചതുകൊണ്ടാണല്ലോ നിൻ്റെ മുഖത്ത് അടിയേറ്റത്. യേശുവേ, എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചു. എന്നെ നീതിമാനാക്കാൻ വേണ്ടി, നീതിമാനായ യേശുവേ, നീ നീതി കെട്ടവനെ പോലെ കുരിശിൽ മരിച്ചു. എന്നെ നീതിമാനാക്കുവാൻ വേണ്ടി, എൻ്റെ ദൈവമേ, എന്നെ നീതിമാനാക്കുവാൻ വേണ്ടി യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ കയറി. ദൈവത്തിന് സ്തോത്രം. തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ യേശുവിന് തിരുമനസ്സായി. തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 12 ലഗിയോനിലധികം ദൂതന്മാർ വിളിച്ചാൽ വരുമായിരുന്നു യേശുവിനെ രക്ഷിക്കാൻ. ഇല്ല, യേശു മരിക്കാൻ വന്നതാണ്. യേശു ക്രൂശിക്കപ്പെടാൻ വന്നതാണ്. നീച മരണം മരിക്കാൻ വന്നതാണ്. യേശു ജീവിക്കാൻ വന്നതല്ല. യേശു ഭരിക്കാൻ വന്നതല്ല. യേശു മരിക്കാൻ വന്നതാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി, എൻ്റെ സ്നേഹിതരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി യേശു കുരിശിൽ പിടഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീതിമാനായവൻ കുരിശിന്മേൽ കിടന്ന് പിടഞ്ഞു. എന്തിന്? നീതികെട്ടനായി എന്നെ നീതീകരിക്കാൻ. ഇവൻ നീതിമാനെന്ന് മുദ്രകുത്തി തരാൻ. എന്തൊരു സ്നേഹമാണിത്! കുറ്റം ചെയ്തവനാണെന്ന് എനിക്കറിയാം, ഞാൻ പാപിയാണെന്ന് എനിക്കറിയാം. പക്ഷേ കർത്താവ് പറയുന്നു ഇവൻ നീതിമാനാണെന്ന്. അതാണ് ദൈവസ്നേഹം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയണം, കർത്താവേ, നാളുകൾ ഏറെ എൻ്റെ ജീവിതം പാപത്തിന് ഞാൻ വിട്ടുകൊടുത്തു പോയി. ദൈവമേ, ഇത്രയും പ്രായങ്ങൾ, ഈ പ്രായം വരെയും ഞാൻ തിന്മയ്ക്ക് എന്നെ തന്നെ വിട്ടുകൊടുത്തു പോയി. അശുദ്ധ ജീവിതം ഞാൻ നയിച്ചു പോയി. കർത്താവെ, പുറത്തു പറയാൻ കൊള്ളാത്ത അനേകം തെറ്റുകൾക്ക് ഞാൻ വിധേയനായിപ്പോയി. എൻ്റെ ദൈവമേ, പാപം എന്നെ വീഴ്ച കളഞ്ഞു, എന്നെ കൊന്നുകളഞ്ഞു. കർത്താവെ, എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുകയാണ്. എൻ്റെ പാപം മൂലം ആത്മാവ് മരിച്ചിരിക്കുന്നു. കർത്താവെ, ജീവൻ തരാൻ എഴുന്നള്ളി വന്നവനെ, നിൻ്റെ ജീവൻ കുരിശിൽ അർപ്പണം ചെയ്തവനെ, ഇപ്പോൾ നിൻ്റെ ജീവൻ എൻ്റെ മേൽ പകരണമേ. ആത്മാവിൽ മരിച്ചു കിടക്കുന്ന എനിക്ക് ജീവൻ തരണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ മരിച്ചു കിടക്കുന്ന എനിക്ക്, എൻ്റെ പാവം മൂലം ആത്മാവിൽ മരിച്ചു കിടക്കുന്ന എനിക്ക് നിൻ്റെ ജീവൻ പകരണമേ. നിൻ്റെ ജീവൻ എൻ്റെ മേൽ ഊതണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ ജീവൻ എൻ്റെ മേൽ ഊതണമേ. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരുടെ മേൽ ഊതിയ അതേ ആത്മാവ് എൻ്റെ മേൽ ഊതണമേ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീനെന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മേൽ ഊതിയ അതേ രക്ഷകൻ്റെ അരികത്ത് വന്ന് എൻ്റെ മേൽ ഊതണമേ. പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് എൻ്റെ മേൽ വീശണമേ. പരിശുദ്ധാത്മാവിൻ്റെ തീയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ മേൽ ഇറങ്ങണമേ. പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാല എൻ്റെ സിരകളിലൂടെ ഒഴുകണമേ. എൻ്റെ സിരകളിലൂടെ പ്രവഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാലയാൽ ഞാൻ പുളകം കൊള്ളട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാലയാൽ ഞാൻ ചൂടുപിടിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ശരീരം ചൂടുപിടിക്കട്ടെ, എൻ്റെ മനസ്സ് ചൂടുപിടിക്കട്ടെ, എൻ്റെ ആത്മാവ് ചൂടുപിടിക്കട്ടെ. ആത്മാവിന് തീ കത്തട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആത്മാവിന് തീ കത്തി എൻ്റെ പാവങ്ങളെല്ലാം കത്തിപ്പോകട്ടെ. ഹല്ലേലൂയ. എൻ്റെ ശാപങ്ങളെല്ലാം കത്തിപ്പോകട്ടെ. തലമുറയായി എൻ്റെ മേലുള്ള ശാപങ്ങൾ കത്തിപ്പോകട്ടെ. തലമുറയായി പിതാക്കന്മാരുടെ കാലം മുതലേ എൻ്റെ മേലുള്ള ശാപങ്ങളെല്ലാം ഇപ്പോൾ കത്തിപ്പോകട്ടെ. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ കടത്തിൻ്റെ ബാധ്യതകൾക്ക് ഒരു പൊറുതി തരണമേ. എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന അനേകം വ്യാധികളും എൻ്റെ ജീവിതത്തിൽ അനേകം രോഗങ്ങളുമുണ്ട്, മാറാവ്യാധികളുണ്ട്. അതിന് പരിഹാരം നീ തരണമേ. യേശുവേ, നിന്റെ തൃക്കരവും നീട്ടണമേ. നിൻ്റെ ആണിപ്പാടുള്ള കരം ഇപ്പോൾ നീട്ടി എൻ്റെ തലമേലെന്ന് വെക്കണമേ. ആ തൃക്കരം തൊട്ടാൽ രോഗം മാറുമല്ലോ. ആ തൃക്കരം തൊട്ടാൽ പ്രശ്നം മാറുമല്ലോ. ആ തൃക്കരം തൊട്ടാൽ എൻ്റെ ജീവിതത്തിലെ കേടുകൾ മാറുമല്ലോ. ആ തൃക്കരം തൊട്ടാൽ എൻ്റെ അനീതി മാറുമല്ലോ. ആ തൃക്കരം തൊട്ടാൽ നീതിമാനായ ഒരു തൃക്കരവും തൊട്ടാൽ എൻ്റെ ജീവിതത്തിലെ പാവങ്ങളെല്ലാം മാറുമല്ലോ. യേശുവേ, എന്നെ തൊടണമേ. യേശുവേ, എന്നെ തൊട്ട് ഇപ്പോൾ എന്നെ സൗഖ്യമാക്കണമേ. യേശുവേ, എന്നെ തൊട്ട് എൻ്റെ പാവക്കറകൾ കഴുകിക്കളയണമേ. യേശുവേ, എന്നെ തൊട്ട് ഇന്നെനിക്ക് പുതിയ ജീവൻ തരണമേ. യേശുവേ, എന്നെ തൊട്ട് എന്നെ നീതിമാനാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നീതിമാനാക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കേണ്ട സമയമാണ്. യേശുവിനെ നിങ്ങൾ തന്നെ വിട്ടുകൊടുക്കേണ്ട സമയമാണ്. യേശുവിനോട് വാക്ക് പറയേണ്ട സമയമാണ്. യേശുവേ, ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ. യേശുവിനായി ജീവിതം വിട്ടുകൊടുക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് യേശുവിനോട് പറയണം, യേശുവേ, ഇപ്പോൾ ഇതാ എൻ്റെ ആയുസ് അതിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇത്രയും വർഷങ്ങൾ പാഴാക്കി പോയി കർത്താവേ. ഇത്രയും വർഷം
പാഴായിപ്പോയി കർത്താവേ, നഷ്ടപ്പെട്ടു പോയി കർത്താവേ. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുകയില്ലല്ലോ. എന്നാൽ നാഥ, നീ തന്നാൽ തിരിച്ചു കിട്ടും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ തിരിച്ചു കിട്ടും. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും വെട്ടുക്കിളിയും തിന്നു കളഞ്ഞതിന് ശേഷിപ്പായി ഉള്ളത് കർത്താവേ, ഇനിയും പകരം തരാൻ കഴിയുമല്ലോ. ഇപ്പോൾ നീ എനിക്ക് പകരം തരണമേ. ഓരോന്നായി എൻ്റെ ജീവിതത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയി. പാവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഓരോന്ന് അപഹരിച്ചു കൊണ്ടുപോയി. പാവം എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിലെ ധന്യതകളും, എൻ്റെ ജീവിതത്തിലെ സമ്പത്തുകളും, എൻ്റെ ജീവിതത്തിലെ വിശുദ്ധിയും, എൻ്റെ ജീവിതത്തിലെ സ്നേഹവും എല്ലാം പാവം അപഹരിച്ചു കൊണ്ടുപോയി. പിശാചെല്ലാം തട്ടിക്കൊണ്ടുപോയി. കർത്താവേ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയി ആരോഗ്യം തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയി സമ്പത്ത് തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയി സൗഭാഗ്യം തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയി സമാധാനം തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയി സ്നേഹം തിരികെ തരണമേ. നഷ്ടങ്ങളെല്ലാം മടക്കി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, ഇപ്പോൾ നിർത്തക്കരനെ നീട്ടണമേ. എന്നെ അനുഗ്രഹിക്കണമേ. ആണിപ്പോൾ കരം എൻ്റെ തലമേൽ വയ്ക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ച് കൊല ദിവസത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. സ്തോത്രം. നിങ്ങൾ ദീർഘക്ഷമയോടിരിപ്പീൻ. നിങ്ങൾ കാത്തിരിപ്പീൻ. സ്തോത്രം. നിങ്ങൾ കാത്തിരിപ്പീൻ. മോചനം കിട്ടുന്നവരെയും കാത്തിരിപ്പീൻ. സമാധാനം കിട്ടുന്നവരെയും കാത്തിരിപ്പീൻ. 123-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ 123-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. കാത്തിരിപ്പീൻ. കിട്ടുന്നവരെയും കാത്തിരിപ്പീൻ. മടുക്കാതെ കാത്തിരിപ്പീൻ. നിങ്ങൾ മടുത്തു പോകാതെ കാത്തിരിപ്പീൻ. ലഭിക്കുന്നു ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കാത്തിരിപ്പീൻ. പരിശുദ്ധാത്മാവിനെ തരും. നീതി കെട്ടാൻ നീതിമാനാക്കും. വിശ്വസിച്ചുകൊണ്ട് കാത്തിരിപ്പീൻ. ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചില്ല കർത്താവേ. യേശുക്രിസ്തു ജീവിക്കുന്നത് ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ കർത്താവേ, ഞാനൊരു മൂഢ വിശ്വാസത്തിലേക്ക് പോവുകയായിരുന്നു, അബദ്ധവിശ്വാസത്തിൽ പോവുകയായിരുന്നു, അന്ധവിശ്വാസത്തിൽ പോവുകയായിരുന്നു. എൻ്റെ കർത്താവേ, അല്പവിശ്വാസത്തിൽ പോവുകയായിരുന്നു. സത്യവിശ്വാസം എനിക്ക് ഇപ്പോൾ നീ തരുന്നല്ലോ കർത്താവേ. എൻ്റെ ദൈവമേ, എൻ്റെ മൂഢതകൾ മാറ്റണമേ. സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. സ്വർഗത്തിൽ വസിക്കുന്നതിനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ, ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ, ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. കൃപ ചെയ്യുവോളം. കൃപ കിട്ടാതെ ഞാൻ മാറുകയില്ല. കൃപ കിട്ടാതെ ഞാൻ അടങ്ങുകയില്ല. സ്തോത്രം. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ നിങ്ങൾ അഭ്യസിക്കണം. പ്രാർത്ഥിക്കണം. മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. കൃപ കിട്ടുവോളം പ്രാർത്ഥിക്കണം. ജീവൻ കിട്ടുവോളം പ്രാർത്ഥിക്കണം. നിങ്ങൾ വേറെ ആരെയും നോക്കരുത്. ആരെയും നോക്കരുത്. നിങ്ങൾ കാര്യം ചെയ്യൂ. നിങ്ങൾ അവരവരുടെ വീട്ടിൽ സൗകര്യമുള്ളിടത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ ശോധന ചെയ്യൂ. കഴിഞ്ഞകാല ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കൂ. വന്നുപോയ മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും പാപങ്ങളും ദോഷങ്ങളും ദുഷ്ടതകളും ഭീകരതകളും കൊള്ളരുതായ്മകളും എല്ലാം നിങ്ങളുടെ അടുത്ത് കർത്താവ് ഇരിക്കുന്നുള്ള വിശ്വാസത്തോടെ യേശുവിനോട് പറയൂ. എല്ലാം തുറന്നു പറയൂ. വേറെ ആരും കേൾക്കാനില്ല, യേശു മാത്രം. നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. ഭർത്താവ് കേൾക്കാനില്ല, ഭാര്യ കേൾക്കാനില്ല. അവരൊക്കെ ഓരോ ജോലിയിലാണ്. അവരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നു. എല്ലാം തുറന്നു പറയുന്നു. സ്തോത്രം. അപ്പനും അമ്മയും കേൾക്കാനില്ല, അവരൊക്കെ ജോലിക്ക് പോയിരിക്കുന്നു. നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് എല്ലാം തുറന്നു പറയണം. എന്നിട്ട് പറയണം, കർത്താവേ, ഇതൊക്കെ എന്നോട് പറഞ്ഞത് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറയാനാണ്. ഈ ഒരു കാര്യത്തിലും പാവം ഇനി എൻ്റെ ജീവിതത്തിൽ വരില്ല. നിനക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. ഇനി ഞാൻ ആവർത്തിക്കില്ല. പക്ഷേ കർത്താവേ, വന്നുപോയതോ നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ചോരയാൽ, നിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തത്താൽ നീ കഴുകിത്തരണം. അല്ല ഞാൻ എന്ത് ചെയ്യും കർത്താവേ? എന്ത് പ്രായശ്ചിത്തം ചെയ്താലും ഇതിന് പ്രായശ്ചിത്തമാവുകയില്ല. എത്ര രൂപ മുടക്കിയാലും ഇതിന് പരിഹാരമാവുകയില്ല. പൈസ കൊണ്ട് നേടാവുന്നതല്ല പാപമോചനം കർത്താവേ. നേർച്ച കാഴ്ച കൊണ്ട് നേടാവുന്നതല്ല പാപമോചനം. എൻ്റെ കരുണയുള്ള കർത്താവേ, വഴിപാട് കൊണ്ട് നേടാനുള്ളതല്ല പാപമോചനം. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ പാപം ലഭിക്കുകയുള്ളൂ. കർത്താവേ, ഞാനിതാ വരുന്നു. ഇപ്പോൾ എന്നെ നീ സ്വീകരിക്കണമേ. എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ. എന്നെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ എന്നോട് മനസ്സിലെയ്യണമേ. നാഥ, നിൻ്റെ തിരക്തത്താൽ എന്നെ ഇപ്പോൾ കഴുകണമേ. എൻ്റെ കർത്താവേ, നിൻ്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പും രക്തവും കൂടി ഒഴുകി ഇറങ്ങി വന്ന്
മുഖത്തെ രോമങ്ങൾ പിഴുതെടുത്ത ആ രോമകൂപങ്ങളിൽ തുളിച്ചു നിന്ന രക്തം അതിനോട് ചേർന്ന് ഒഴുകി, വിയർപ്പും ഒഴുകി ചേർന്ന് നിൻ്റെ തിരുവിലാവിൽ നിന്ന് രക്തം ഒഴുകി, അങ്ങനെ ചേർന്നൊഴുകി ആ ജയമുള്ള സ്ലീവായിൽ കൂടി ആ മരക്കുരിശിൽ കൂടി ഒലിച്ചൊലിച്ച് വരുന്ന ആ തിരക്തം ഒരു തുള്ളി എൻ്റെ മേലൊന്ന് വീഴണമേ. സ്തോത്രം. ഞാനിപ്പോൾ കുരിശിൻ്റെ ചുവട്ടിലിരിക്കുകയാണ് കർത്താവേ, കുരിശിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്. ആ കുരിശിൽ നിന്ന് അത് കുരിശിൽ കൂടി ഒഴുകി വരുന്ന നിൻ്റെ ചങ്കിലെ തിരക്തം ഒരു തുള്ളി എൻ്റെ മേലൊന്ന് പതിയണം. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എന്നെ നീ ശുദ്ധീകരിക്കണമേ. കർത്താവേ, നീ എന്നെ ഒന്ന് കഴുകിയെടുക്കണമേ. എൻ്റെ കർത്താവേ, ഈ നിമിഷം മുതൽ എൻ്റെ യേശുവേ ഞാൻ നിൻ്റെ സാക്ഷിയായി എഴുന്നേൽക്കും. നീതി കെട്ടവൻ നിൻ്റെ സാക്ഷിയാകാൻ പോകുന്നു. കർത്താവേ, കർത്താവേ, പാപിയായ മനുഷ്യൻ നിൻ്റെ സാക്ഷിയാകാൻ പോകുന്നു. യേശുവേ, ഇത്രയും കാലം പാപം ചെയ്ത് ശീലിച്ചവൻ നിൻ്റെ സാക്ഷിയാകാൻ പോകുന്നു. ഇത്രയും കാലം യേശുവേ ദുഷ്ടതയ്ക്ക് വിധേയനായി ജീവിച്ചവൻ ഇതാ ഇന്ന് നിൻ്റെ സാക്ഷിയാകാൻ പോവുകയാണ്. കർത്താവേ, ഇത്രയും കാലം ദ്രോഹിച്ചും മറ്റുള്ളവരെ ഉപദ്രവിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും കഴിഞ്ഞ് ഞാൻ ഇതാ അതിന് സാക്ഷിയാകാൻ പോകുന്നു. ഇത്രയും കാലം കുടുംബം കലക്കി കലഹമുണ്ടാക്കി എന്നും വീട്ടിൽ വിപ്ലവവും പ്രയാസവും ഉണ്ടാക്കിയ മനുഷ്യൻ ഇതാ നിൻ്റെ സാക്ഷിയാകാൻ പോകുന്നു. യേശുവേ, എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ ഹൃദയം നീ മാറ്റിയെടുക്കണമേ. ഒരു പുതിയ ജീവിതം നീ എനിക്ക് തരണമേ. എൻ്റെ മേൽ നിൻ്റെ അഭിഷേകം പകരണമേ. തീയുടെ അഭിഷേകത്താൽ നീ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിൻ്റെ സ്വർഗീയ അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ തലമേലൊന്ന് ഇടിച്ചിറങ്ങണമേ. ആ തിരക്തത്താൽ എൻ്റെ കർത്താവേ നീ എന്നെ കഴുകണമേ. നിൻ്റെ ദിവ്യസ്ലീപായാൽ നീ എന്നെ വിടുവിക്കണമേ. വിമോചനം തരണമേ, വിമോചനം തരണമേ. എനിക്ക് വീണ്ടെടുപ്പ് തരണമേ. കർത്താവേ, പിശാചിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. സമർപ്പിക്കുമോ നിങ്ങൾ? ഇപ്പോൾ നിങ്ങൾ തന്നെ സമർപ്പിക്കുമോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. നിങ്ങളുടെ തലകളെ വണക്കൂ, കണ്ണുകളെ അടയ്ക്കൂ, പ്രാർത്ഥിക്കൂ. കർത്താവേ, ഇപ്പോൾ നിൻ്റെ തിരക്തം പുരണ്ട കരം എൻ്റെ തലമേൽ വെക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരിക്കുന്ന ഇരിപ്പിൽ തന്നെ ദൈവത്തോട് പറയൂ, കർത്താവേ, ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. എൻ്റെ യേശുവേ, എൻ്റെ ബാധകൾ മാറ്റണമേ. എൻ്റെ മേലുള്ള ദുരാത്മബന്ധനങ്ങൾ അഴിക്കണമേ. എൻ്റെ മേലുള്ള പൈശാചിക ബാധകൾ മാറ്റണമേ. എൻ്റെ മേലുള്ള ശാപദോഷങ്ങൾ മാറ്റണമേ. എൻ്റെ മേലുള്ള ഭൂതബാധകൾ മാറ്റണമേ. എൻ്റെ മേലുള്ള കോപപിശാചിനെ മാറ്റണമേ. കർത്താവേ, കക്ഷിഭ്രാന്തും കോപഭ്രാന്തും മാറ്റി എന്നെ നീ വിടുവിക്കണമേ. കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്ക് നിർമ്മല ഹൃദയം തരണമേ. ഒരു നിഷ്കളങ്ക മനസാക്ഷി തരണമേ. എൻ്റെ മേൽ തൃക്കരം, എൻ്റെ കർത്താവേ, എൻ്റെ മേൽ തൃക്കരം തളിക്കണമേ. നാഥാ, നീ എന്നെ വിശുദ്ധീകരിക്കണമേ. നീതികെട്ടനായ എന്നെ നീതിമാനെന്ന് മുദ്രകുത്തി തരുന്ന അത്ഭുതകരമായ നീതീകരണത്തിൻ്റെ സൗഭാഗ്യം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സഭ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് തീരുമാനമെടുത്ത ഓരോരുത്തരും തൃക്കരം വയ്ക്കണം. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.